ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ ചാമ്പ്യൻസ് ലീഗിലെ കോരിച്ചൊരിയുന്ന മഴയത്ത് അങ്ങ് പോർച്ചുഗലിലെ ബെൻഫീക്കയുടെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള എസ്റ്റാഡിയോ ഡെലൂസിൽ വെച്ച് നടന്ന ആ മത്സരത്തെക്കുറിച്ചിട്ടാണ്. എപ്പിക് മത്സരത്തെക്കുറിച്ചിട്ടാണ്. ക്ലാസിക് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തെക്കുറിച്ചിട്ടാണ്. അതെ, ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സലോണ റെമോൺടാഡ വേർഷൻ 2.0 നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച ആ ഒരു മത്സരത്തെക്കുറിച്ചിട്ട്. വാട്ട് എ ഗെയിം ഓഫ് ഫുട്ബോൾ. ഒരു രക്ഷയില്ലാത്ത ഒരു കളിയായിരുന്നു. ഈ ജാതി എൻഡിങ് ആയിരുന്നു ആ മത്സരത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് മിസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. കാരണം ആ ജാതി ഡ്രാമാറ്റിക് ആയിട്ടുള്ള സംഭവമായിരുന്നു. ഒരു രക്ഷയില്ല. അതായത് ഈ കളിയിൽ എന്താണ് ഇല്ലാതിരുന്നതെന്നാണ് നമ്മൾ ചോദിക്കേണ്ടതായിട്ടുള്ളത്. എല്ലാം ഉണ്ടായിരുന്നു. വിവാദങ്ങൾക്ക് വിവാദമുണ്ടോ? ഉണ്ട്. മിസ്റ്റേക്കുകൾക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അരൂഹയുടെ ഓൺ ഗോൾ നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ ഗോൾ കീപ്പർമാരുടെ എന്ത് മിസ്റ്റേക്കുകളാണ് ഇതെന്നൊക്കെയാണ്. അതായത് ആ റഫീനിയയുടെ ആദ്യത്തെ ഗോൾ ഉണ്ടല്ലോ, അമ്മാതിരി സാധനം ഈ അടുത്തൊന്നും ഞാൻ കണ്ടില്ല. അതേപോലെ തന്നെ ഷെസ്നിയുടെ ആദ്യത്തെ മിസ്റ്റേക്ക്, അതായത് സ്വന്തം ടീംമേറ്റിനെ വൈപ്പ് ഔട്ട് ചെയ്തുള്ള കാര്യത്തിൽ ബെൻഫീക്കയുടെ താരം ഈസി ഗോൾ അടിക്കുന്ന സിനാരിയോ ഒക്കെ നമ്മൾ കാണുന്നു. അത്തരത്തിൽ ഒരു രക്ഷയില്ലാത്ത മത്സരം, ഒടുക്കത്തെ എൻഡിങ്ങും ഡ്രാമ എന്ന് പറഞ്ഞാൽ ആ ജാതി ഡ്രാമയായിരുന്നു ഈ മത്സരത്തിലാണ്. ഒടുവിൽ ആരാണ് വിന്നിംഗ് ഗോൾ അടിച്ചത്? റഫീനിയയുടെ വിന്നിംഗ് ഗോളിലും എന്താണ് കോൺട്രവേഴ്സിക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. കാരണം ബെൻഫീക്ക വിചാരിച്ചത് അവർക്കൊരു പെനാൽറ്റി കിട്ടി, 4-4 നിൽക്കുകയാണ്, ഒരു പെനാൽറ്റി കിട്ടി, ആ പെനാൽറ്റി അവർക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കാം എന്നുള്ളൊരു സിനാരിയോ ആയിരുന്നു. പകരം പെനാൽറ്റി കിട്ടുന്നില്ല. ക്ലിയറൻസ് നേരെ ചെന്നെത്തുന്നത് റഫീനിയയുടെ കാലുകളിലേക്കാണ്. റഫീനിയയുടെ കാലുകളിലേക്ക് ആ സാധനം എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ എന്തൊക്കെ പോയിട്ടുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ സീസൺ എന്ന് പറഞ്ഞാൽ റഫീനിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സീസണാണ്. തൻ്റെ പ്രിയപ്പെട്ട ക്ലബിന് വേണ്ടിയിട്ട് അദ്ദേഹം നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു സീസണാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മാത്രമല്ല ആ ബോൾ തൻ്റെ കാലുകളിലേക്ക് എത്തുമ്പോൾ ആ ഒരു റൈറ്റ് വിങ്ങിലൂടെ അദ്ദേഹം അതുമായിട്ട് പാഞ്ഞു പോവുകയാണ്. ആൽവാരോ ഫെർണാണ്ടസ് കരേറാസ് എന്ന് പറയുന്ന ചങ്ങായി മത്സരത്തിൽ മികച്ച രീതിയിൽ കളിച്ചിട്ടുള്ള ലെഫ്റ്റ് ബാക്കാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത്. അപ്പോൾ മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുന്നുണ്ട്. ഹീറോ ആകാനുള്ള അവസരം. അങ്ങനെ അദ്ദേഹം കട്ട് ഇൻസൈഡ് ചെയ്തതിന് ശേഷം എന്താണ് ഓൾറെഡി ഈ സീസണിൽ, കഴിഞ്ഞ സീസണിലെ ബാലൻഡിയോർ കാൻഡിഡേറ്റ് ആയിട്ടുണ്ടായിരുന്ന ചെങ്ങായിയുടെ ഗോൾസ് ആൻഡ് അസിസ്റ്റ് സ്റ്റാറ്റുകളൊക്കെ ചെങ്ങായി ഓൾറെഡി മറികടന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അങ്ങനെ മറ്റൊരു ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി ചെയ്യാനുള്ള അവസരമാണ്. വാട്ട് എ ഫിനിഷ് മാൻ. ആ ഒരു കമ്പോഷർ ആ ഒരു സാഹചര്യത്തിൽ റഫീനിയ കാഴ്ചവെക്കുകയാണ്. കമ്പോഷർ. ഫസ്റ്റ് ഹാഫിൽ ഇതേപോലൊരു അവസരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ബാഴ്സലോണ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരമായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ 95 മിനിറ്റ് കഴിഞ്ഞ് 8 സെക്കൻഡുകൾ കഴിഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹം ആ ഗോൾ പുൾ ഓഫ് ചെയ്യുന്നു. അതിനുശേഷം സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ മറ്റൊരു ക്ലച്ച് മൊമെൻറ്റിൽ കൂടി ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് റഫീനിയ ഡിയാസ് ബെലോലി എന്ന് പറയുന്ന താരം ഡെലിവറി ചെയ്തിരിക്കുകയാണ്. ഈ സീസണിൽ ഇത്തരത്തിലുള്ള ഒരുപാട് മൊമെൻറ്റുകളിൽ ഓൾറെഡി ചങ്ങായി ഡെലിവറി ചെയ്തിട്ടുണ്ട്. ക്ലച്ച് റഫീനിയ, ജസ്റ്റ് വാവ്. അപ്പോഴും എന്താണ് അവിടെ ചെക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പുറത്ത് പെനാൽറ്റി ആണോ അല്ലയോ എന്നുള്ളത്. ചെക്ക് ഓവർ, ഗോൾ നിലനിൽക്കുന്നു. വാട്ട് എ ഗോൾ. റഫീനിയയെ സംബന്ധിച്ചിടത്തോളം അമ്മാതിരി സീസണാണ്. അദ്ദേഹം മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ബാഴ്സലോണ ആരാധകനും കേൾക്കാൻ കൊതിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ബാഴ്സലോണയിലേക്കുള്ള വരവ് ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ചെൽസി ബിഡ് വെച്ചിട്ടുണ്ടായിരുന്നു ലീഡ്സിന് മുമ്പിലേക്ക്. ലീഡ്സ് അത് ആക്സെപ്റ്റ് ചെയ്തു. റഫീനിയ പക്ഷേ ആക്സെപ്റ്റ് ചെയ്തില്ല. റഫീനിയെ സംബന്ധിച്ചോളം ബാഴ്സലോണയ്ക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു. കാരണം തൻ്റെ ആ ഒരു ഡ്രീം ക്ലബ്ബ്, ഡ്രീം ഡെസ്റ്റിനേഷൻ അത് ബാഴ്സലോണയായിരുന്നു. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ആ ഡീല് നടന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ളൊരു ചങ്ങായിയാണ്. പക്ഷേ അവിടെ വന്നതിന് ശേഷം കാര്യങ്ങൾ അത്ര വിചാരിച്ച പോലെ അങ്ങോട്ട് ഭംഗിയായിട്ട് നിർവഹിക്കാൻ അതിന് സാധിക്കുന്നില്ല. പക്ഷേ സ്റ്റിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത്ര മോശം സ്റ്റാറ്റ്സുകളൊന്നും ആയിരുന്നില്ല റഫീനിയെ സംബന്ധിച്ചോളം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈവൻ ബാഴ്സലോണയുടെ ആരാധകർ പോലും അദ്ദേഹത്തിന് വിചാരിച്ച രീതിയിലുള്ള ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ അഡ്മിറേഷനോ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ വിൽക്കാൻ വെച്ചിരിക്കുകയായിരുന്നു ബാഴ്സലോണയുടെ ബോർഡ്. പക്ഷേ ഹാൻസി ഫ്ലിക്കിൻ്റെ ആ ഒരു കടന്നുവരവ് കംപ്ലീറ്റ്ലി പിക്ചർ മാറ്റുകയാണ്. റഫീനിയയുടെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സീസൺ ഇപ്പോൾ അദ്ദേഹം ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ റഫീനിയയുടെ ആ ഒരു ഇച്ഛാശക്തിയും റഫീനിയയുടെ ആ ഒരു നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റിയൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ പ്രകീർത്തിച്ചേ മതിയാകുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ള സംഭവം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം പറയുന്ന കാര്യം, ഈ സ്ക്വാഡിന് വേണ്ടിയിട്ട് കൊല്ലാനും ചാവാനും താൻ റെഡിയാണെന്നുള്ളതാണ്. എന്തോ പിന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ മത്സരത്തിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ അത് തന്നെ റെസ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. റെസ്പെക്റ്റ് തന്നാൽ തിരിച്ച് റെസ്പെക്റ്റ് കൊടുക്കും, റെസ്പെക്റ്റ് ചെയ്യാതിരുന്ന ആ രീതിയിൽ തന്നെ ആയിരിക്കും പ്രതികരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇത് തൻ്റെ കരിയറിലെ വളരെ പ്രൗഢിയുള്ളൊരു മൊമെൻറ്റാണ്, ബെസ്റ്റ് മൊമെൻറ്റാണ്. ഈ ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുന്നതിനെ സംബന്ധിച്ചോളം
വലിയ ഒരു സംഭവമാണെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഈ ക്ലബിന് വേണ്ടിയിട്ട് കൊല്ലാനും ചാകാനും ചങ്ങായി റെഡിയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. ഗ്രൗണ്ടിൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ അൺലിമിറ്റഡ് റണ്ണുകളും കാര്യങ്ങളും. അത്ര നല്ലൊരു ഹാഫൊന്നും ആയിരുന്നില്ല അദ്ദേഹം സംബന്ധിച്ചോളം. മൊത്തം ബാഴ്സലോണ അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല. അതാണ് നമ്മൾ എടുത്തു വേണ്ട സംഭവം. കാരണം ഡിഫെൻസീവ്ലി അവർ ഓഫളായിരുന്നു. ബെൻഫീക്ക അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. മനോഹരമായിട്ട് ബെൻഫീക്ക കീറി മുറിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ ബാഴ്സലോണ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. വളരെ കുറച്ച് പെർസെൻറ്റേജ് പൊസിഷൻ വെച്ചുകൊണ്ട് തന്നെ ബ്രൂണോ ലാജിൻ്റെ ബെൻഫീക്ക ബാഴ്സലോണയെ ത്രട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാഴ്സലോണയ്ക്കെതിരെ ഒരു ഫേമസ് വിജയം അവർ കരസ്ഥമാക്കി എന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ബാഴ്സലോണ സൈഡിൻ്റെ ഒരു പ്രത്യേകത, ഈ റഫീനിയയുടെ മെൻറ്റാലിറ്റി പോലെ ഈ ടീമിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ്. ആ ഡിഫറൻസ് നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ നെവർ ഗിവ് അപ്പ് സംഭവം അത് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചു. കുറേ പ്രശ്നങ്ങൾ പെർഫോമൻസിലുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റി അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. മാത്രമല്ല ഹാൻസി ഫ്ലിക്കിൻ്റെ ചില ചേഞ്ചസ് ഉണ്ടായിരുന്നു, വളരെ ബ്രേവായിട്ടുള്ള ചില ചേഞ്ചസ്. അതിനും ചങ്ങായി ക്രെഡിറ്റ് കൊടുക്കണം. അത് പാളിപ്പോയിരുന്നെങ്കിൽ അതിനെ ആളുകൾ ചിലപ്പോൾ ക്രൂശിച്ചേനെ. പക്ഷേ സ്റ്റിൽ ആൾ വളരെ ബ്രേവാണ്. ഔട്ട് സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ തന്ത്രം. ആ ഒരു മുടിഞ്ഞ റിസ്കി ആയിട്ടുള്ള ആ ഒരു ഹൈലൈൻ വെച്ച് തന്നെ കളിക്കുന്നു. അതിനെ ടീമുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ബാഴ്സലോണ എന്തായാലും കൺസിഡർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. പക്ഷേ എത്ര അടിച്ചാലും തിരിച്ചടിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഇപ്പോൾ ബാഴ്സലോണ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം സസ്റ്റൈനബിൾ ആണെന്നുള്ളത് നമുക്ക് അറിയില്ല. അത് പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. ഈവൻ ലെവൻഡോസ്കി മത്സരത്തിന് ശേഷം അത് തന്നെ പറയുന്നുണ്ട്. ഡിഫെൻസീവ്ലി നമ്മൾ ബെറ്റർ ആകണം എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഷെസ്നിയുടെ മണ്ടത്തരങ്ങൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടെങ്കിലും വളരെ ക്രൂഷ്യലായിട്ട് 4-4 ഷെസ്നി ഡിമറിയുടെ ഒരു ഷോട്ട് സേവ് ചെയ്യുന്നു 1v1 സിനാരിയോയിൽ. അത് വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള സേവാണ്. ഷെസ്നിയുടെ കാര്യം എന്താണ്, ചങ്ങായി എവിടെയായിരുന്നു? ആൾ റിട്ടയർ ചെയ്ത ചങ്ങായിയാണ്. ബാഴ്സലോണ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ചങ്ങായി ചിലപ്പോൾ ബീച്ചിലായിരുന്നു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് വരാൻ തയ്യാറാക്കുന്നു. ഇനിയാക്കി പിന്നെ ആ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ മോശമില്ലാത്ത രീതിയിലൊരു ഇമ്പാക്റ്റ് ആ ഒരു വലയിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കാരണം ടെർ സ്റ്റെഗൻ ഇഞ്ചുറി പറ്റുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ആ ഒരു പരിപാടി ബാഴ്സലോണ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഷെസ്നി സംബന്ധിച്ചോളം ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ജഡ്ജ്മെൻറ്റ് മൊത്തത്തിൽ പാളിപ്പോകുന്ന സിനാരിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം. മത്സരത്തിൽ പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകളെ കുറിച്ച് സംസാരിക്കണം. എന്തായാലും ഫ്ലിക്കിൻ്റെ ബാഴ്സലോണ ബെൻഫീക്കയെ ഔട്ട് സ്കോർ ചെയ്ത് വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ തന്നെ യോഹാൻ ക്രൈഫിൻ്റെ വാചകങ്ങൾ ഇങ്ങനെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അദ്ദേഹം ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1-0 ജയിക്കുന്നതിനേക്കാൾ തനിക്കിഷ്ടം 4-5 ജയിക്കുന്നതാണ് എന്നുള്ള തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ എന്താണ് പുള്ളിക്കാരൻ്റെ ആ ഒരു ഫുട്ബോളിനെ കാണുന്ന രീതി, അത് ആ ഒരൊറ്റ കോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. എന്തായാലും അത് തന്നെയാണ് സംഭവിച്ചത്. ലിറ്ററലി 4-5 എന്നുള്ള സ്കോർ ലൈനാണ് ബാഴ്സലോണ മത്സരം വിജയിച്ച് കയറിയിട്ടുള്ളത്. കോൺട്രവേഴ്സികളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് എനിക്ക് മറ്റൊരു ചങ്ങായിനെ കുറിച്ച് സംസാരിക്കണം. മറ്റാരുമല്ല, പെഡ്രി പോട്ട. എൻ്റെ പൊന്നു ചങ്ങന്മാരെ, ചിലരൊക്കെ ബാഴ്സലോണയുടെ റിവ്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ പെഡ്രീനെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്ന സാഹചര്യത്തിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാറുണ്ട്, എന്തിനാണ് ഇത്രയൊക്കെ പറയുന്നത് എന്നുള്ളത്. അതായത് നിങ്ങൾ ഓരോ ടീമിലും ഓരോ ആൾക്കാരെ പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന്. എനിക്ക് ചില പ്ലേയേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ അവരുടെ കളി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും അവരെക്കുറിച്ച് സംസാരിക്കാതിരിക്കില്ല. പെഡ്രി ആ ജാതി എലഗൻസ് ഉള്ളൊരു പ്ലെയറാണ്. എത്രയോ നാളായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് ഈ പ്ലെയറിനെ കുറിച്ച്. കാരണം എന്ന് വെച്ചാലേ ചെങ്ങയുടെ കളി കാണാൻ ഭയങ്കര രസമാണ്. അതുകൊണ്ടാണ് ഞാൻ എത്ര നാളായിട്ട് പറയുന്നതാണ് ഈ ചെങ്ങയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാ എന്നുള്ളത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ചില പ്ലെയേഴ്സിൻ്റെയൊക്കെ ഇമ്പാക്റ്റിനെ നമുക്ക് വെറും സ്റ്റാറ്റ്സ് കൊണ്ട് കളന്നാൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ ചെങ്ങയുടെ ടെക്നിക്കൽ എലഗൻസിനെ കുറിച്ചും ഗെയിം കൺട്രോൾ ചെയ്യുന്ന രീതിയെക്കുറിച്ചും അദ്ദേഹം ആ ഒരു ഗ്രൗണ്ടിൽ ഗ്ലൈഡ് ചെയ്ത് പോകുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്റ്റാറ്റ്സ് കൊണ്ട് പറഞ്ഞുതരാ എന്നുള്ളത് എനിക്കറിയില്ല. ചില സ്റ്റാറ്റ്സുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പാസ് കംപ്ലീറ്റഡ്, ചാൻസ് ക്രിയേറ്റഡ്, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ മത്സരത്തിൽ ഒരു അസിസ്റ്റും ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ. ആ അസിസ്റ്റ് ഇല്ലെങ്കിലും പെഡ്രി ഹാഡ് ആൻ അൺബിലീവബിൾ ഗെയിം എന്നുള്ളത് തുറന്നു പറയുന്ന തരത്തിലുള്ള സംഭവമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇമ്പാക്റ്റിനെ ഞാൻ എങ്ങനെ വർണ്ണിച്ചു തരും നിങ്ങൾക്ക് എന്നുള്ളത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അത് കണ്ണുകൊണ്ട് കാണേണ്ട തരത്തിലുള്ള ഒരു സംഭവമാണ്. ടെക്നിക്കൽ എലഗൻസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ബാഴ്സലോണയിൽ പല പ്ലേയേഴ്സും ഈ മത്സരത്തിൽ പലപ്പോഴായിട്ട് പല മിസ്റ്റേക്കുകളും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. പൊസഷനിൽ സ്ലോപ്പ് ആകുന്ന സിനാരിയോ ഒക്കെ ഉണ്ടായിരുന്നു. പെഡ്രി അദ്ദേഹത്തിൻ്റെ എലഗൻസ് ത്രൂ ഔട്ട് മത്സരത്തിൽ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. 6 ചാൻസുകൾ ചങ്ങായി ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 ചാൻസുകൾ, മോർ ദാൻ എനി വൺ ആണ്. മാത്രമല്ല ആ ക്രൂഷ്യൽ ഈക്വലൈസറിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെലിവറി, അത് വാട്ട് എ ഡെലിവറി മാൻ. ഏജാതി പാസ്സാണ്, ഏജാതി ക്രോസാണ്. അത് ഒരു രക്ഷയില്ലാത്ത തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു. മാത്രമല്ല മൊത്തത്തിൽ ചങ്ങായിയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. എൻ്റെ ചങ്ങായിമാരെ ഒരു രക്ഷയില്ല. അതാണ് പെഡ്രി പോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് ഓൺ ദ പിച്ചാണ്. ഭയങ്കര രസമാണ്, എലഗൻസാണ്. അപ്പോൾ
ഇന്നലെയും ചെങ്ങായിയുടെ മാജിക്കൽ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു. ഞാൻ ഹാപ്പിയാണ്. അദ്ദേഹത്തിൻ്റെ ചില സ്റ്റാറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഗ്രൗണ്ട് ഡ്യൂവൽസ് 4-ൽ 3 വിൻ ചെയ്തിട്ടുണ്ട്, 17 പാസുകൾ ഫൈനൽ തേർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്, 108 പാസുകളിൽ അറ്റംപ്റ്റ് ചെയ്തതിൽ 90 കംപ്ലീറ്റ് ചെയ്യുന്നു, 90% പാസിംഗ് ആക്യുറസിയും കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു അസിസ്റ്റ്, വളരെ ക്രൂഷ്യലായിട്ടുള്ള അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ പെഡ്രി വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലേയേഴ്സിനെ നമ്മൾ പ്രശംസിച്ചിട്ടില്ലെങ്കിൽ, പാട്ട് പാടിയിട്ടില്ലെങ്കിൽ പിന്നെ ആരെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്, ആരെക്കുറിച്ചാണ് പാടേണ്ടത്? കാരണം അമ്മാതിരി പ്ലേയേഴ്സാണ്. കാരണം ഫുട്ബോളിനും ബ്യൂട്ടിഫുൾ ആക്കുന്ന തരത്തിലുള്ള പ്ലേയേഴ്സാണ് പെഡ്രിയെ പോലെയുള്ള പ്ലേയേഴ്സ്. അപ്പോൾ അവർ പ്രശംസ അർഹിക്കുന്നുണ്ട്. ഇതൊന്നും പോരാ, ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ, അങ്ങനത്തെ പ്ലെയറാണ് പെഡ്രി. അപ്പോൾ ഇനി മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ ആ ഒരു ഗോൾ ചേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ ചങ്ങായി ഫ്ലിക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫുൾ ബാക്കുകളെയും പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. കൂണ്ടെ ശരിക്കും എടങ്ങറായിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ. പിന്നെ ബാലിൻ്റെ മോശമില്ലാത്ത രീതിയിൽ പെർഫോമൻസ് ആയിരുന്നു, പക്ഷേ 2 പേരെയും പിൻവലിക്കുന്നുണ്ടാണ്. എറിക് ഗാർസിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഒരു 3 at the back രീതിയിലൊക്കെ നിൽക്കുന്നു, എന്നിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാണ്. ഫെറാൻ ടോറസ് വന്നിട്ടുണ്ടായിരുന്നു. ഫെറാൻ ടോറസും ലെവൻഡോസ്കിയും റഫീനിയും ലമീൻ യമാലും പെഡ്രിയും ഫെർമീൻ ലോപ്പസും ഒക്കെ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. ഫ്രങ്കി ഡിയോങ് മിഡ്ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഒരു കൺട്രോൾ സെക്കൻഡ് ഹാഫിൽ അവർക്ക് കൂടുതൽ കിട്ടുന്ന സിനാരിയോ ഉണ്ടായിരുന്നു. ബെൻഫീക്ക കൂടുതൽ ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങി പോകുന്ന സിനാരിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രങ്കി ഡിയോങ്ങിൻ്റെ പാസിംഗ് കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം വന്നതിന് ശേഷം എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതല്ല. കസാഡോയെ സംബന്ധിച്ചോളം അത്ര മികച്ച രീതിയിലൊരു ഇമ്പാക്ട് ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ മിഡ്ഫീൽഡിൽ ബെൻഫീക്കയുടെ ഫിസിക്കാലിറ്റിക്ക് മുമ്പിൽ കസാഡോയൊക്കെ ഇടങ്ങറായിട്ടുണ്ടായിരുന്നു. ഗാവി ഇടങ്ങറായിട്ടുണ്ടായിരുന്നു. ഗാവിയുടെ ഒന്നും അത്ര നല്ല ഗെയിമൊന്നും ആയിരുന്നില്ല. ശരിയാണ്, ടെനാസിറ്റിയും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. പക്ഷേ ഫ്ലോറന്റീനോ ലൂയിസൊക്കെ ബ്രില്യൻ്റാണ് കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തുർക്കിഷ് ചങ്ങായിട്ടുള്ള കൊച്ചു മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മിഡ്ഫീൽഡിൽ പെഡ്രി സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ഓവറോൾ ബാഴ്സലോണയോടുള്ള ആ ഫിസിക്കാലിറ്റി മുമ്പിൽ അവരിടങ്ങറാകുന്നുണ്ടായിരുന്നു. പിന്നീട് ബെൻഫീക്ക പിന്നെ ഡ്രോപ്പ് ബാക്ക് ചെയ്യുന്നു, മാത്രമല്ല ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ കുറയുന്നു. ആ ഒരു സിനാരിയിലാണ് പിന്നീട് ബാഴ്സലോണ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ ചേഞ്ചസ്, ഈ ഓവർ അറ്റാക്കിംഗ് ചേഞ്ച് അത് വർക്കൗട്ടായി ഈ മത്സരത്തിൽ. പക്ഷേ ബെൻഫീക്കയ്ക്കും ജയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡിമറിയയുടെ ആ ഒരു ഷോട്ട് അത് ഷെസ്നി സേവ് ചെയ്ത് വളരെ ക്രൂഷ്യൽ സമയത്താണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. ഇനി മത്സരത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ് എന്താണെന്ന് വെച്ചാൽ 2015 ശേഷമാണ് ബാഴ്സലോണ ആദ്യമായിട്ട് 6 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജിൽ വിജയിക്കുന്ന കാര്യം ഓർക്കണം. ശരിയാണ്, ഇപ്പോൾ 8 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളുണ്ട് ഈ സീസൺ മുതൽ. പക്ഷേ സ്റ്റിൽ 2015 ശേഷം അത്തരത്തിൽ 6 മത്സരങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജിൽ വിജയിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. മാത്രമല്ല ഈ 95 മിനിറ്റ് കഴിഞ്ഞ് 8 സെക്കൻഡിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ അടിച്ചിട്ടുള്ള ഈ ഒരു വിന്നർ 2003-2004 ശേഷം ഈ സ്റ്റാറ്റുകൾ ഇത്തരത്തിൽ സ്വരൂപിച്ചെടുക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ബാഴ്സലോണയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിന്നറാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ 4 മിനിറ്റായിരുന്നു ആഡഡ് ടൈം കേട്ടോ, പക്ഷേ അത് മിനിമം ആഡഡ് ടൈം ആണെന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ കാരണം വെച്ചാൽ ഫൗളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അത് ആഡ് ഓൺ ചെയ്യും, അത് വേറെ കാര്യം. അങ്ങനെയാണ് ആ ഒരു കൗണ്ടർ അറ്റാക്ക് അലോ ചെയ്തിട്ടുണ്ടായിരുന്നു ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം കാര്യം ഓർക്കണം. അല്ലെങ്കിൽ ആ 5ാമത്തെ മിനിറ്റിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇത് 2ാം തവണ മാത്രമാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഹിസ്റ്ററിയിൽ 4 ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുള്ളൊരു ടീം വിജയിക്കുന്നത് എന്നുള്ള പ്രത്യേകത ഇവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അതോടൊപ്പം തന്നെ ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് ഇറയിൽ ആദ്യമായിട്ടാണ് 2 ഗോളിന് പുറകിൽ പോയതിനു ശേഷം കംബാക്ക് നടത്തി വിജയിക്കുന്നതാണ്. ശരിയാണ്, ആ ഒരു ഗ്രേറ്റ് റെമോൺടാഡ ഇവരുടെ പേരിലുണ്ട്. പക്ഷേ അത് 2 ലെഗിലായിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ള കാര്യമാണ്. അത് ഒരൊറ്റ ലെഗിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ PSG-ക്കെതിരെയുള്ള റെമോൺടാഡ അത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കംബാക്സ് ഓഫ് ഓൾ ടൈം ആണ്, നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. അപ്പോൾ എന്തായാലും ആ രീതിയിൽ ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ്, ഒരുപാട് ആളുകൾ ഓർത്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൊമെൻറ്റ്സുകൾ ഡെലിവർ ചെയ്തിട്ടാണ് ഈ മത്സരം അവസാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ റഫീനിയുടെ തന്നെ ഗോൾസ് ആൻഡ് അസിസ്റ്റ് റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ 30 മത്സരങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം 22 ഗോളുകളും 11 അസിസ്റ്റുകളും ഓൾറെഡി നെയ്തെടുത്ത് കഴിഞ്ഞു എന്നുള്ള കാര്യം ഓർക്കണം. എന്നാൽ ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ സോഫാർ ഏറ്റവും കൂടുതൽ ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് അദ്ദേഹമാണ് നടത്തിയിട്ടുള്ളത്. 10 ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ്, 8 ഗോളുകളും 2 അസിസ്റ്റുകളും. നമ്മുടെ ചങ്ങായി ഉണ്ടല്ലോ, ബാഴ്സലോണ ഭയങ്കര പൈസ കൊടുത്ത് കൊണ്ടുവന്നിട്ട് അവരെ പണ്ടാറടക്കിയിട്ട് ഫ്രീ ട്രാൻസ്ഫറിൽ പോയിട്ടുള്ള ഡെംബേലെ 6 സീസണുകൾ കളിച്ചിട്ട് 8 ചാമ്പ്യൻസ് ലീഗ് ഗോളുകളാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി അടിച്ചുള്ളത്. റഫീനിയ, അതാണ് റഫീനയ്ക്ക് ഒരു ഹാർട്ടും ഡിസയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളിപ്പോൾ 8 ഗോളുകൾ അടിച്ചിരിക്കുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കീ പാസുകൾ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചെന്നൈയാണ് 64. പിന്നെ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ പട്ടികയിൽ ജോയിൻറ്റ് മോസ്റ്റ് ചെന്നൈയുടെ പേര് കൂടിയുണ്ട്. ആൾ 19 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 22 ഗോളുകളും 11 അസിസ്റ്റുകളും. ഗ്രേറ്റ് ക്യാമ്പയിനാണ്. ജാനുവരി ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർക്കണം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകളിലേക്ക് കടക്കാം. അപ്പോൾ
ഈ ബ്രൂണോ ലാജിൻ്റെ ടീം അത്ലറ്റിക്കോ മാഡ്രിഡിനെ ചാമ്പ്യൻസ് ലീഗിൽ 4-0 എന്നുള്ള സ്കോർ ലൈനിൽ ഇതേ സീസണിൽ ഇതേ ഗ്രൗണ്ടിൽ പരാജയപ്പെടുത്തിയുള്ള കാര്യമൊക്കെ ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആന്റോണിയോ സിൽവയും ഓട്ടോമെന്റിയൊക്കെ ആയിരുന്നു ഡിഫൻസിലുണ്ടായിരുന്നു. ഈ അൽവാരോ ഫെർണാണ്ടസ് കരറസിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ, ലെഫ്റ്റ് ബാക്കിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ 4 വർഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉണ്ടായിരുന്നു. പിന്നെ പല ലോണുകളും ഡീലുകൾക്കൊക്കെ ഒടുവിൽ അവസാനമാണ് അവർ ബെൻഫീക്കയിലേക്ക് ചെങ്ങായിനെ വിറ്റ് കളഞ്ഞത്. ആദ്യം ലോണിൽ വിടുന്നു, പിന്നെ പെർമനൻ്റ് ആയിട്ട് മേടിക്കുന്നു. എന്തൊരു നഷ്ടമാണ് യുണൈറ്റഡ് സംബന്ധിച്ചോളം. യുണൈറ്റഡ് ഇത്തരത്തിലുള്ള ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ഈ ചെങ്ങായിനെ എന്തായാലും ഇപ്പോൾ യൂസ് ആകും. കാരണം ഞാൻ അമ്മാതിരി പ്ലെയറാണ്, അമ്മാതിരി ഫുൾ ബാക്കാണ്. അതായത് ലമീൻ യമാലുമായിട്ടുള്ളൊരു ബാറ്റിലാണ് നമുക്ക് ഈ കരറസിനുമായി കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലമീൻ യമാലിനെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ കരറസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെങ്ങായി അത്തരത്തിലുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഫുൾ ബാക്കാണ്. ഒപ്പം അറ്റാക്കിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ബെൻഫിക്കയുടെ ഗോളുകൾ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെർഫെക്റ്റ് മോഡേൺ ഡേ ഫുൾ ബാക്കാണ് ചെങ്ങായി. ലമീൻ യമാലിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് വളരെ ആവറേജ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറേ കൂടി ഇൻവോൾവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. മത്സരം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്തത് ലമീൻ യമാൽ തന്നെയാണ്. മാത്രമല്ല അദ്ദേഹം കുറേ ഡ്യൂലുകളും വിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നില്ല. കാരണം ഈ അൽവാരോ ഫെർണാണ്ടസ് കരേറസ് എന്ന് പറയുന്ന ചെങ്ങായി, സ്പാനിഷ് ഫുൾ ബാക്ക്, ശരിക്കും ചെങ്ങായിനെ ഇടങ്ങറാക്കിയിട്ടുണ്ടായിരുന്നു. അവർ ഡെവലപ്പ് ചെയ്യുന്ന സിനാരിയൊക്കെ ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്, നമ്മൾ ബെൻഫീക്കയിലേക്ക് തന്നെ നോക്കുമ്പോൾ ഈ ഷ്ലെഡറുപ്പ് എന്ന് പറയുന്ന നോർവീജിയൻ ചെങ്ങായി ഉണ്ടല്ലോ, കൂണ്ടേനെ ഇടങ്ങറാക്കിയിട്ടുണ്ടായിരുന്നു. കൂണ്ടയ്ക്ക് ശരിക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ ഈ ചെങ്ങായിക്ക് സാധിക്കുന്നായിരുന്നു. നല്ല രീതിയിലുള്ള വിങ് പ്ലേ ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബെൻഫീക്ക അറ്റാക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒരു ബ്രേവറി അറ്റാക്കിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതായത് അവർ 5 പേരൊക്കെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചില സമയത്ത് 2-3-5, ചിലപ്പോൾ അത് 3-2-5 എന്നുള്ള രീതിയിലൊക്കെ അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കാം. അത് ബാഴ്സലോണയ്ക്ക് പ്രശ്നം കൊടുക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവർ നാരോ ആയിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഫുൾ ബാക്കുകൾ നാരോ ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈഡ് ഏരിയയിൽ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 5ാമത്തെ പ്ലെയറായിട്ട് ഈ പിന്നെ അൽവാരോ ഒക്കെ വരുമ്പോൾ പ്രശ്നമുണ്ടായിരുന്നു ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഏരിയയിൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട്. ആദ്യത്തെ ഗോളും ആ രീതിയിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രൂണോ ലാജിൻ്റെ ടീം കൃത്യമായിട്ടും പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഒരുപാട് ലോങ് ബോളുകൾ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ബാഴ്സലോണ ഈ ഹൈലൈനിൽ കീപ്പ് ചെയ്യുന്ന ഒരു സൈഡാണ്. 22% അവർ കൊടുത്ത പാസുകളിൽ എല്ലാം ലോങ് ബോളുകളായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ടാക്ടിക്സ് ആയിരുന്നു അത്. പിന്നെ ഈ തേർഡ് മാൻ റണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പിന്നെ ഡിഫെൻസീവ് ലൈൻ, ഹൈ ലൈൻ ബ്രേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു ലൈൻ കീപ്പ് ചെയ്യുമ്പോൾ ഒരാൾ ചിലപ്പോൾ ഓഫ് സൈഡായിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഡീപ്പ് ഏരിയയിൽ നിന്നുള്ള മറ്റൊരാളുടെ റണ്ണ് വരുമ്പോൾ ആ ലൈന് കൃത്യമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് ഈ മത്സരത്തിൽ പലപ്പോഴായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. അങ്ങനെ മത്സരം തുടങ്ങിയ ഉടനെ തന്നെ ബെൻഫിക്ക ലീഡ് എടുക്കുകയാണ് 2ാമത്തെ മിനിറ്റിൽ തന്നെ. എങ്ങനെയാണ് വരുന്നത്? ലോങ് ബോൾ കീപ്പറിൻ്റെ അടുത്ത് വരുന്നു. അത് ഹാഫ് ലൈനിൻ്റെ അടുത്ത് പാവ്ലിഡിസ് ചെങ്ങായി ഹോൾഡ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ 1-2 പാസുകൾ പിന്നെ ബെൻഫിക്ക നടത്തുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഡയഗണൽ കൊടുക്കുകയാണ്. ഒരു ഹാഫ് ലൈനിൻ്റെ അടുത്ത് ഡയഗണൽ കൊടുക്കുകയാണ്. അപ്പോൾ അൽവാരോ കരറസ് ആ ബോളിലേക്ക് ഓടിയെത്തുന്നു. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ ചെങ്ങായി ഓഫോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ അദ്ദേഹം ആ ബോൾ അദ്ദേഹത്തിലേക്ക് വന്ന് വീഴുന്ന സാഹചര്യത്തിൽ തന്നെ ക്രോസ് കൊടുക്കുകയാണ്. ഫസ്റ്റ് ടൈമിൽ തന്നെ ക്രോസ് കൊടുക്കുകയാണ്. ക്രോസിൻ്റെ ക്വാളിറ്റി മികച്ചതാണ്. അപ്പോൾ അങ്ങനെ അത് പിന്നെ ബോക്സിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അരൂഹോടൊപ്പം നമ്മുടെ ഷ്ലെഡറുപ്പ് ഉണ്ട്. അപ്പോൾ ഷ്ലെഡറുപ്പ് അവിടെ ഒരു ഡമ്മി പോലെ ഇടുകയാണ്. അതിലേക്ക് പിന്നെ കോൺടാക്റ്റോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല. അപ്പോൾ ആ ബോൾ ചെന്നെത്തുന്നത് പിന്നെ പാവ്ലിഡീസിലേക്കാണ്. അപ്പോൾ പാവ്ലിഡീസ് അത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു. കുബാർസിക്ക് അത് തടയാൻ സാധിക്കുന്നില്ല. കുബാർസി വീണെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 1-0 ലീഡ് ബെൻഫീക്ക നേടിയെടുക്കുന്നു. അങ്ങനെ ആ മൊമെൻറ്റ് കഴിയുന്നു. പിന്നെ ബെൻഫീക്ക മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഉടനെ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ബെൻഫീക്ക നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് അൽവാരസ് പിന്നെ ലമീൻ യമാലിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യാണ്. ബോൾ വിൻ ചെയ്തതിനു ശേഷം ആ ഒരു സിനാരിയോയിൽ ബോൾ വിൻ ചെയ്യുമ്പോൾ കൂണ്ടെ അറ്റാക്കിനായിട്ട് മുമ്പോട്ടേക്കാർ പോവാണ്. ലമീൻ യമാലോടെ ബോൾ നഷ്ടപ്പെടുത്തില്ല എന്നുള്ള വിശ്വാസമാണ് കൂണ്ടേക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ലമീൻ യമാലിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു അൽവാരോ കരറസ്. എന്നിട്ട് പുള്ളിക്കാരൻ അതുമായിട്ട് പോകുന്നു. അപ്പോൾ ഷ്ലെഡറുപ്പിൻ്റെ ഓവർലാപ്പിംഗ് റൺ ഉണ്ടായിരുന്നു. അഗെയിൻ മനോഹരമായിട്ടുള്ള ക്രോസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊടുക്കുകയാണ്. അത് പിന്നെ 8 ആയിട്ടുള്ള അവരുടെ 8ാം നമ്പറുകാരനായിട്ടുള്ള ഓർസിനസ് അത് മീറ്റ് ചെയ്യുന്നു. ജസ്റ്റ് വൈഡായിട്ട് പോവുകയാണ്, ജസ്റ്റ് വൈഡായിട്ട്. അല്ലെങ്കിൽ ബെൻഫിക്ക അവരുടെ ലീഡ് ഉയർത്തിയതിന് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ റണ്ണ് മികച്ചതായിരുന്നു ഈ ഓസ്നസ് എന്ന് പറയുന്ന ചെങ്ങയുടെ. കാരണം കുബാർസിക്കൊപ്പാണ് റൺ ചെയ്തിരുന്നത്. കുബാർസിയുടെ ബ്ലൈൻഡ് സൈഡിലൂടെയാണ് ആദ്യം റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മുമ്പിലേക്ക് ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് മുമ്പിലേക്ക് റൺ നടത്തുന്നു. അപ്പോഴാണ് അദ്ദേഹം ആ ഒരു ക്രോസ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഗ്രേറ്റ് ആ ഒരു മൂവ്മെൻറ്റാണ് ആ ഒരു പ്ലെയറിൻ്റെ ഭാഗം നമ്മൾ കണ്ടത്. പക്ഷേ ഫിനിഷിങ് നല്ലതായിരുന്നില്ല. പിന്നെ ബാഴ്സലോണ മികച്ച രീതിയിൽ റിയാക്ട് ചെയ്ത് തുടങ്ങി. അവരുടെ പ്രസ്സിങ് മികച്ചതായിരുന്നു.
ഈ പ്രസ്സിങ്ങിൽ ഗാവിയുടെയൊക്കെ ഇമ്പാക്റ്റ് വലുതാണ്. ലമീനമാർ നല്ല രീതിയിൽ പ്രസ്സിങ്ങിലും കാര്യത്തിലൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. റഫീഞ്ഞ പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, ഒടുക്കത്തെ വർക്ക് റേറ്റ് ഉള്ള ചങ്ങായാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ബാഴ്സ പ്രസ് ചെയ്തിട്ട് ബെൻഫിക്കയുടെ അടുത്ത് ബോൾ വിൻ ചെയ്യണം. ബെൻഫിക്ക ആണെങ്കിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സൈഡാണ്. അവർ രണ്ടും ചെയ്യും, ലോങ് ബോളും കൊടുക്കും, ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനും ശ്രമിക്കും. അപ്പോൾ ബിൽഡിങ് കാര്യത്തിൽ അവർ നേരെ കൂണ്ടെ ജമ്പ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുന്നു. ആ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ അവർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണത്. ബാഴ്സലോണ പിന്നെ റൈറ്റിലത് വിൻ ചെയ്യുന്നു. എന്നിട്ടത് ബാഴ്സലോണയുടെ ലെവൻഡോസ്കിയുടെ ഒരു ഷോട്ടിൽ കലാശിക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കാണുന്നത്. ഡിഫ്ലക്ട് ചെയ്ത് കോർണറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ കസേഡയുടെ ഒരു ടെനാസിറ്റി ഉണ്ടായിരുന്നിട്ട് അതേ ആ ഒരു സീക്വൻസിൽ തന്നെ അദ്ദേഹം ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എഡ്ജ് ഓഫ് ദി ബോക്സിൽ. എന്നിട്ടാണ് ലെവൻഡോസ്കിയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ഹുലിയൻ അരോഹോ പിന്നെ ബാൽഡയെ ഫൗൾ ചെയ്യുകയാണ്. 10ാമത്തെ മിനിറ്റിൽ ബാഴ്സലോണയ്ക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള സുവർണാവസരം ലഭിക്കുകയാണ്. അപ്പോൾ അതിൽ ബാഴ്സലോണ ആ ഒരു ലെഫ്റ്റ് ഏരിയയിലൂടെ ബിൽഡ് ചെയ്തിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ ബാൽഡെ ബോൾ ക്യാരി ചെയ്തിട്ടുള്ള സിനാരിയോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ ബോൾ ബാൽഡയിലേക്ക് എത്തുമ്പോൾ ബാൽഡെ ഫൗൾ ചെയ്യുകയാണ്. അത് ക്ലീൻ പെനാൽറ്റിയാണ്, അതിലൊട്ടും കോൺട്രവേഴ്സിയോ ഒന്നുമില്ല. ക്ലീൻ പെനാൽറ്റിയാണ്. ലെവൻഡോസ്കി മനോഹരമായിട്ട് ഒരു ടെൻഷനില്ലാതെ കമ്പോസ് കൊടുത്തിട്ട് ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു. ബാഴ്സലോണ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ബാഴ്സലോണ ഇപ്പോൾ ടോപ്പിലാണ് ഇരിക്കുന്നുള്ള കാര്യം ഓർക്കണം. ബാഴ്സലോണ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ്, ഒരു ഗോളിന് പുറകിൽ പോയി കഴിഞ്ഞാലും അവർക്ക് ആ ഒരു പതറലോ പരിപാടി ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഗോൾ കൺസിഡർ എന്നുള്ളത് അവർക്കും അറിയാം. അതാണ് സംഭവം. പിന്നെ ലെവൻഡോസ്കിയുടെ ഒരു ഫ്ലിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡിഫൻസിൽ നിന്നാണ് ബോൾ ലെവൻഡോസ്കിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബോക്സിൻ്റെ സെൻറ്ററിൽ അദ്ദേഹം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കാര്യമായിട്ട് മിഡ്ഫീൽഡിലേക്കൊന്നും ഡ്രോപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ലെവൻഡോസ്കി ഒരു ടാർഗറ്റ് മാനെ പോലെയാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഫ്ലിക്ക് അത് ഡിഫെൻഡ് ചെയ്തിട്ട് പക്ഷേ ഗാവിയിൽ തന്നെ എത്തുന്നു. എന്നിട്ട് ഗാവിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നൊരു സിനാരിയോ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ടൂർബിൻ എന്ന് പറയുന്ന കീപ്പർ നല്ല രീതിയിൽ അപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 21ാമത്തെ മിനിറ്റിൽ അഗെയിൻസ്റ്റ് റൺ ഓഫ് പ്ലേ ആയിരുന്നു ബെൻഫീക്ക മത്സരത്തിൽ ലീഡ് തിരിച്ചു പിടിക്കുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഓട്ടോമെൻറ്റിയുടെ ഒരു ലോങ് ബോൾ കൊടുക്കുന്നത്, അതായത് ഡയഗണൽ ബോളാണ്, ആ ഒരു റൈറ്റ് ചാനലിലേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നെ ആർച്ചക്കോഗ്ലു എന്ന് പറയുന്ന തുർക്കിഷ് വിംഗർ അതിലേക്ക് ഓടി വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അലഹാൻഡ്രോ ബാൽഡെ അവിടെ ആ സീന് സ്വീപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ആൾ തിരിച്ചോടി വരുന്നുണ്ട്. കാരണം ബാഴ്സലോണയുടെ ഹൈലൈൻ ആണല്ലോ. അപ്പോൾ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോങ് ബോൾ കൊടുക്കുന്നത്. പക്ഷേ ഷെസ്നി ഒരു കാര്യമില്ലാതെ ഓടി വരികയാണ്. എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണോ അതോ ആരെങ്കിലും ബിരിയാണി അവിടെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണോ ഓടി വന്നതെന്നുള്ള ഒരു പിടുത്തമില്ല. എന്തായാലും ചെങ്ങായി വന്നിട്ട് ബാൽഡേനെ ഇടിച്ച് നിലത്തേക്കിട്ട് പാവലിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഈസി ടാപ്പിൻ ഗോൾ അടിക്കാനുള്ള സുവർണ അവസരം. ഇമാതിരി ഗോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അമ്മാതിരി കോമിക്കൽ സംഭവമാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് ഷെസ്നി അവിടെ ചിന്തിച്ചെന്നുള്ളൊരു പിടുത്തമില്ല. അതായത് നമ്മൾ ചില മലയാളം റിയാലിറ്റി ഷോയിലൊക്കെ കാണുന്ന പോലത്തെ വണ്ടർഫുൾ ജഡ്ജ്മെൻറ്റാണ് നമുക്കവിടെ ഷെസ്നിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ഗ്രേറ്റ് ജഡ്ജ്മെൻറ്റ്. കാരണം ബാൽഡെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമുള്ളത്. അങ്ങനെ ഓടി വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും ഷൗട്ട് ചെയ്തിട്ട് വരണം, എന്നാലേ ബാൽഡേക്ക് മാറാൻ പറ്റുള്ളൂ. ഇവിടെ ഷെസ്നി ഓടി വന്നിട്ട് ബാൽഡെ ക്ലീൻ സ്വീപ്പ് ചെയ്യുന്നൊരു സിനാരിയോ നമ്മൾ കാണാണ്. അപ്പോൾ ആ ഒരു സ്വീപ്പർ കീപ്പർ ജോലി എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു സംഭവമേ അല്ല. കാരണം ഈ ഹൈലൈന് കീപ്പ് ചെയ്യുമ്പോൾ കീപ്പർ അംശോളം ഇത്തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കേണ്ട പല സിനാരിയോകളുണ്ട്. പക്ഷേ എപ്പോൾ പോകണം എപ്പോൾ പോകണ്ട എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അതിനുള്ള ഒരു ഇൻ്റലിജൻസ് വേണം. അതവിടെ കാണിക്കുന്നില്ല, മണ്ടത്തരം കാണിക്കുന്നു. അങ്ങനെ മത്സരത്തിലേക്ക് തിരിച്ച് ബെൻഫീക്ക വരുന്നു. അവിടെ നിന്ന് ആദ്യമായി തന്നെ മറ്റൊരു ക്രോസ്, റൈറ്റ് സൈഡിൽ നിന്നുള്ളൊരു ക്രോസ് നമ്മുടെ ബെൻഫീക്കയുടെ ഭാഗത്ത് നമ്മൾ കാണുന്നു. അത് അരൂഹോ ലാസ്റ്റ് മിനിറ്റിൽ ഡിഫെൻഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് കളയുന്ന സിനാരിയോ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് മിനിറ്റുകൾ കൂടി കഴിഞ്ഞപ്പോൾ ബെൻഫീക്ക മത്സരത്തിൽ 3ാമത്തെ ഗോൾ അടിക്കുകയാണ്. അഗെയിൻ ഷെസ്നിയുടെ മിസ്റ്റേക്ക് ഉണ്ട് അതിൽ. പക്ഷേ അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ സിമ്പിൾ ഒരു ത്രോയിനാണ്. ഹാഫ് വെയിലിൻ്റെ അടുത്ത് ആൽവാരോ കരേഴ്സ് പിന്നെ ത്രോയിൻ എടുക്കുന്നു. അത് എന്നിട്ട് കൂണ്ടയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഴ്സലോണ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സിനാരിയോയിൽ ബോൾ. കൂണ്ടെ വളരെ കെയർലെസ് ആയിട്ട് ആ പൊസിഷൻ ഗിവ് അവേ ചെയ്യാണ്. പക്ഷേ അവിടെ ആൽവാരോ ഫെർണാണ്ടസ് ഈ ചെങ്ങായുടെ ആ ഒരു ഫ്രണ്ട് ഫുട്ട് ഡിഫെൻഡിങ് നമുക്ക് അവിടെ കാണാൻ സാധിക്കണം. അദ്ദേഹം അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വിൻ ചെയ്യുകയാണ്. അങ്ങനെ വിൻ ചെയ്തതിന് ശേഷം പാവ്ലിറ്റീസിനെ പിക്ക് ചെയ്യണം. അപ്പോൾ ഈ പാവ്ലിറ്റീസ് ഈ ഒരു സിനാരിയോയിൽ പാവ്ലിറ്റീസ് ആ ബോൾ റിസീവ് ചെയ്യുമ്പോൾ മറ്റൊരു താരം ഓഫ് സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. വേറൊരു താരം ഓഫ് സൈഡിൽ നിൽക്കുമ്പോൾ ഈ ലൈന് ഡിഫെൻസീവ് ലൈന് പിന്നെ ആരെ ഓഫ് സൈഡ് ആക്കിയിട്ട് പിടിക്കുന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ പാവ്ലിറ്റീസ് അവിടെ ഓഫ് സൈഡ് അല്ല, വേറൊരു താരമാണ് ഓഫ് സൈഡായിട്ട് നിൽക്കുന്നത്. പിന്നെ പാവ്ലിറ്റീസ് എന്തെന്ന് വെച്ചാൽ പാവ്ലിറ്റീസ് അത് ഓസ്നസിന് കൊടുക്കുകയാണ്. അപ്പോൾ ഓസ്നസിന് കൊടുക്കുന്ന ആ ഒരു സിനാരിയോയിൽ ഓസ്നസ് അത് ഫസ്റ്റ് ടച്ചിൽ റിലീസ് ചെയ്യാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോൾ ആർത്തോകോഗ്ലു ഡീപ്പായിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് ഓടി വരുന്നുണ്ട്, അദ്ദേഹത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അഗെയിൻ മറ്റൊരാൾ ഈ ഒരു സിനാരിയോയിൽ ഓഫ് സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ ആ ഒരു ലൈന് കീപ്പ് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ്. ലൈന് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഡീപ്പ് റണ്ണാണല്ലോ ആർത്തോകോഗ്ലു നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആർത്തോകോഗ്ലു അതിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഷെസ്നി കയറി വരാൻ തീരുമാനിക്കുന്നു. ഷെസ്നി ആളെ അല്ലെങ്കിൽ ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ആർത്തോകോഗ്ലു പിന്നെ വീഴുന്നു, പെനാൽറ്റി കൊടുക്കുന്നു. അഗെയിൻ അത് വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പെനാൽറ്റി ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.
വളരെ സോഫ്റ്റ് പെനാൽറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ കാര്യമായിട്ടുള്ളൊരു കോൺടാക്റ്റ് ഷെസ്നിയും പ്ലെയറും തമ്മിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ ചങ്ങായി ജമ്പ് ചെയ്തിട്ടുണ്ട് അർത്തക്കോഗ്ലു, അങ്ങനെ ആ പെനാൽറ്റി വിൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ അവിടെ ക്ലീൻ കോൺടാക്റ്റ് നടന്നിട്ടില്ല ഷെസ്നിയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പോൾ ആ കോൺടാക്റ്റിനായിട്ട് ചങ്ങായി അല്ലെങ്കിൽ ഷെസ്നി വരുന്നത് കണ്ടിട്ട് ജമ്പ് ചെയ്തു, അങ്ങനെ പെനാൽറ്റി വിൻ ചെയ്യുന്നു. ആ പെനാൽറ്റി പാബ്ലിഡീസ് എടുക്കുന്നു, പാബ്ലിഡീസ് ഹാട്രിക് പൂർത്തിയാക്കുന്നു. അപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് ഇറയിൽ ബാഴ്സലോണയ്ക്കെതിരെ ഹാട്രിക്ക് നേടുന്ന നാലാമത്തെ താരമായിട്ട് മാറിയിരിക്കുകയാണ് വാഞ്ചലീസ് പാബ്ലിഡീസ്. ഇതിനു മുമ്പ് ആസ്പ്രിയ 97, ഷെഫ്ചെങ്കോ 97, കിലിയൻ എംബാപ്പെ 2021 അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാബ്ലിഡീസ് ബെൻഫിക്കയ്ക്ക് വേണ്ടി അടിച്ചിരിക്കുകയാണ്. അതും ഫസ്റ്റ് ഹാഫിൽ തന്നെ ഹാട്രിക്ക് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ 3-1 ലീഡ് ബെൻഫിക്കയ്ക്ക്. പിന്നെ എന്താണ്, ഈ അൽവാരോ കാരാസിനെ ഒരു കൗണ്ടർ അറ്റാക്കിൽ സ്റ്റോപ്പ് ചെയ്യുന്ന സിനാരിയോയിൽ ഗാവിക്ക് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗാവി സംബന്ധിച്ചോളം അത്ര നല്ലൊരു ഗെയിം ആയിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ ഗാവിയും പെഡ്രിയും 2 8-കളായിട്ടാണ് കളിക്കുന്നതായിരുന്നു. കസേഡോ ആ ഒരു 6 ആയിട്ട് കളിക്കുന്ന സിനാരിയോ ഉണ്ടായിരുന്നു. ഇത് യൂഷ്വൽ സംഭവം തന്നെ. പിന്നെ റഫീനയും നമ്മുടെ ലമീൻ യമാലും 2 വിങ്ങിൽ, പിന്നെ ലെവൻഡോസ്കി ടാർഗറ്റ് മാനായിട്ട്, ഈ രീതിയിലാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ ഫുൾ ബാക്കുകളുടെ സപ്പോർട്ടും കാര്യങ്ങളുണ്ട്. ഹൈലൈനാണ് കീപ്പ് ചെയ്യുന്നത്. ബാഴ്സലോണ ആ 3-1 എന്നുള്ള രീതിയിൽ ബെൻഫിക്ക ലീഡെടുത്തതിനു ശേഷം പിന്നെ ബാഴ്സലോണ പാർക്ക് ചെയ്യായിരുന്നു ബെൻഫിക്കയുടെ ഏരിയയിൽ. പാർക്ക് ബസ്സല്ല, അപ്പുറത്ത് പോയിട്ട് അവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു എല്ലാവരും. ബാഴ്സലോണയുടെ എല്ലാ പ്ലേയേഴ്സും കീപ്പർ ഒഴികെ എല്ലാവരും ആ ഒരു ബെൻഫിക്കയുടെ ഏരിയയിൽ നിന്ന് കളിക്കുന്ന സിനാരിയോകളുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ബെൻഫിക്ക ബോൾ കിട്ടുന്ന കാര്യത്തിൽ അവർ ലോങ് ബോളിന് വീണ്ടും ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം ബാഴ്സലോണയുടെ ലൈന് ആ ഒരു ഹാഫ് ലൈനിൻ്റെ അടുത്തായിരുന്നു, ആ ഒരു സെൻട്രൽ ഏരിയയിലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണമായിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് ബാഴ്സലോണയ്ക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അഗെയിൻ ലമീൻ, ഗാവി ഒക്കെ പ്രസ്സിങ് കഴിച്ചതായിരുന്നു. ആന്റോണിയോ സിൽവ ബോൾ ഗിവ് അവേ ചെയ്യുന്നു, നല്ല പ്രസ്സായിരുന്നു. അവിടെ ലെവൻഡോസ്കിയിലേക്ക് ബോൾ എത്തുമ്പോൾ ലെവൻഡോസ്കി വെയിറ്റ് ചെയ്തു, എന്നിട്ട് റഫീനയ്ക്ക് നല്ലൊരു പാസ് കൊടുക്കുന്നു. റഫീനെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് അടിക്കാൻ ശ്രമിക്കുന്നു, സൈഡ് നെറ്റിംഗ് ആകുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ബാഴ്സലോണ മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഹാഫ് ടൈം മുമ്പായിട്ട്. അവിടെ പക്ഷേ റഫീനെ സംബന്ധിച്ചോളം അത്ര നല്ലൊരു ഹാഫ് ആയിരുന്നില്ല. പക്ഷേ റഫീനെ ഗിവ് അപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയർ അല്ല, അത് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചു. അങ്ങനെ ഹാഫ് ടൈം ആകുന്നു. സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ബാഴ്സലോണ 7 അറ്റംപ്റ്റുകളെ ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫിൽ കുറേ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ മത്സരത്തിൽ തിരിച്ചു വരണം. മൊത്തം മത്സരത്തിലെ അറ്റംപ്റ്റുകളുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബെൻഫിക്ക 10 അറ്റംപ്റ്റുകളാണ് 26% പൊസിഷൻ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 5 ടാർഗറ്റിലേക്ക് അടിക്കുന്നു. പിന്നെ ബാഴ്സലോണ ആണെങ്കിൽ 22 അറ്റംപ്റ്റുകൾ നടത്തി, അതിൽ 11 ടാർഗറ്റിലേക്ക് അടിക്കുന്നു. 6 ബിഗ് ചാൻസ് ബെൻഫിക്ക ക്രിയേറ്റ് ചെയ്തപ്പോൾ 7 ബിഗ് ചാൻസ് ആണ് ബാഴ്സലോണ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായത്. 3.63 ബാഴ്സലോണയുടെ എക്സ്ജി ഉണ്ടായിരുന്നത്, 3.34 ബെൻഫിക്കയുടെ എക്സ്ജി ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഈ പെഡ്രി കൂണ്ടെ പിക്ക് ചെയ്യുന്നു. ആ ഒരു ബോള് അതൊരു സെൻസേഷണൽ ബോളായിരുന്നു. അതായത് നമ്മൾ അഗെയിൻ ആ ഒരു അസിസ്റ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എറിക് ഗാർസിക്ക്, അതേപോലത്തെ സാധനമായിരുന്നു. അപ്പോൾ കൂണ്ടയ്ക്ക് അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. കൂണ്ടയുടെ ഷിങ്ങിലാണ് തട്ടിയിരുന്നത്. ആ ബോളി അദ്ദേഹം അടിച്ചപ്പോൾ നല്ലൊരു റണ്ണായിരുന്നു കൂണ്ടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ബ്യൂട്ടിഫുൾ ബോളായിരുന്നു പെഡ്രിയുടെ ഭാഗം നമ്മൾ കണ്ടത്. പിന്നെ എന്താണ്, അഗെയിൻ ബെൻഫിക്കയുടെ ഭാഗത്ത് ലോങ് ബോളാണ്. ഈ സിനാരിയോയിൽ കുബാർസി എല്ലാവരും ഓൺസൈഡാക്കി നിർത്തുന്നു. ബാക്ക് ബോക്സിലേക്ക് വരുന്നു. അരൂഹ ആദ്യം ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നു. രണ്ടാമത് റീബൗണ്ടും ഗാവി ബ്ലോക്ക് ചെയ്യുന്ന സിനാരിയോ. അത്തരത്തിൽ ബാഴ്സലോണ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പിന്നെ ലമീൻ യമാൽ കുറച്ചുകൂടി മത്സരത്തിൽ ഇൻവോൾവ് ആകുന്നു. അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് കുറച്ച് ഷോട്ടുകൾ അദ്ദേഹം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആക്യുറേറ്റ് ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഷോട്ടുകൾ. പിന്നെ ഈ ബെൻഫിക്കയുടെ ത്രോ ഇൻ ബാഴ്സലോണയുടെ ഡിഫൻസിന് ട്രബിൾ ഉണ്ടാക്കുന്ന സിനാരി ഉണ്ടായിരുന്നു. പക്ഷേ കൂണ്ടയുടെ ടാക്കിൾ നീച്ചായിരുന്നു. അത് എന്നിട്ട് അപ്പുറത്ത് കൗണ്ടർ അറ്റാക്ക് സംഭവിക്കുന്നു. ബാഴ്സലോണയുടെ ഒരു ചാൻസിൽ കലാശിക്കുന്നു. റൈറ്റ് സൈഡിലുള്ള ഒരു ക്രോസ് ജസ്റ്റ് എന്താ പറയുക ടേക്കേഴ്സ് ഇല്ലാതെ പോകുന്ന ഒരു സിനാരി നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ ഒരു ടാപ്പിന് അടിക്കേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു. പിന്നെ പെഡ്രിയുടെ ലോങ് റേഞ്ച് അറ്റംപ്റ്റ് നമ്മൾ കാണുന്നു. ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. മഴ ഇങ്ങനെ കോരിച്ചൊരിയുന്നുണ്ട് ഈ ഒരു സിനാരിയിലൊക്കെ. പിന്നെ കസഡനെ പിൻവലിക്കുകയാണ്, ഗാവിനെ പിൻവലിക്കുകയാണ്, ഫെർമീനെയും ഫ്രെങ്കിനെയും കൊണ്ടുവരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ മത്സരത്തിൽ കൂടുതൽ കൺട്രോൾ മിഡ്ഫീൽഡിൽ ബാഴ്സലോണയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ലിയാൻഡ്രോ മാർട്ടിൻസ് എന്ന് പറയുന്ന ചെങ്ങായിനെ ഓസ്നസിനെ പിൻവലിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബെൻഫിക്ക. ആ ചെങ്ങായി മത്സരത്തിൻ്റെ ലാസ്റ്റ് ആ ഒരു ഇൻസിഡൻറ്റിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കോൺട്രവേഴ്ഷ്യൽ ടോക്കിന് ഇടയായിട്ടുള്ള ചെങ്ങായിയാണ്. 64ാമത്തെ മിനിറ്റിൽ പിന്നെ ബാഴ്സലോണ മത്സരത്തിൽ തിരിച്ചു വരികയാണ്, രണ്ടാമത്തെ ഗോൾ അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ടുർബിൻ എന്ന് പറയുന്ന ഈ കീപ്പർ ചെങ്ങായി പിന്നെ ഗോൾ കിക്ക് എടുത്താണ്. ഗോൾ കിക്ക് എടുത്തപ്പോൾ സിനാരിയോയിൽ ചെറിയ തോതിൽ ലെവൻഡോസ്കി പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ബോക്സിൻ്റെ പുറത്ത് നിൽക്കുന്ന റഫീനിയുടെ തലയിൽ തട്ടിയിട്ട് അത് വലയിലേക്ക് പോയി വീഴുകയാണ്. അത് അങ്ങനത്തെ ഒരു ഗോൾ ഈ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്താണിത്? ഒരു രക്ഷയില്ല. അമ്മാതിരി സാധനമാണ്. അപ്പോൾ ഇമ്മാതിരി ഒരു മത്സരത്തിൽ അമ്മാതിരി സാധനം പിറന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. അങ്ങനത്തെ ഒരു മത്സരമായിരുന്നു. അങ്ങനെ ബാഴ്സലോണ മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ്. 3-2 ആവുകയാണ്. 68ാമത്തെ മിനിറ്റിൽ മിഡ്ഫീൽഡിൽ ബോൾ എങ്ങനെയൊക്കെയോ കീപ്പ് ചെയ്യുന്നു.
ഫ്ലോറന്റീനോ ലൂയിസ് നല്ല രീതിയിൽ പ്രസ് റെസിസ്റ്റൻസിന് കാഴ്ചവെക്കുന്നു, പക്ഷേ പിന്നെ ടാക്കിൾ ചെയ്യുന്നു. പക്ഷേ അഗെയിൻ ബെൻഫിക്ക തന്നെ ബോൾ കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവർ അത് ബോൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് അത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ ഈ ചെങ്ങായുടെ കാലുകളിലേക്കാണ് വന്നുകൊണ്ടെന്ന് ഈ ഷെൽഡറുപ്പ് എന്ന് പറയുന്ന ചെങ്ങായുടെ കാലുകളിലേക്കാണ്. അത് പ്രശ്നമാണ്, കൂണ്ടെ ഇടങ്ങറാവാണ് മത്സരത്തിലുടനീളം. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ബീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ബൈലിൻ്റെ അടുത്ത് നിന്ന് ക്രോസ് കൊടുക്കുകയാണ്. അത് അരൂഹോ പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അരൂഹോയിൽ തട്ടിയിട്ട് സ്ലൈഡ് ചെയ്തിട്ടുള്ള അരൂഹോയിൽ തട്ടിയിട്ട് അത് വലയിലേക്ക് പോവുകയാണ്. അവിടെ പാവലിറ്റീസ് പിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ബോളിനായിട്ട്. പക്ഷേ ഷെസ്നി ചിലപ്പോൾ ഒരു പക്ഷേ ക്യാച്ച് ചെയ്തേനെ. എന്തായാലും ആ മൊമെൻറ്റിൽ അരൂഹോ അവിടെ ഗോൾ കൺസീഡ് ചെയ്യാണ്. 4-2 എന്നുള്ള സ്കോറിലേക്ക് എത്തുകയാണ് 68-ാമത്തെ മിനിറ്റിൽ. പിന്നെ ഡിമറിയനെയും ബാനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിങ്ങിൽ ചേഞ്ചസ് വരുത്താണ് ബ്രൂണോ ലാജ്. 74-ാമത്തെ മിനിറ്റിൽ 2 ഫുൾ ബാക്കുകളെയും ചെങ്ങായി പിൻവലിക്കുന്നു. ഹാൻസി വിളിക്കുന്നത് ഞാൻ പറഞ്ഞു. അങ്ങനെ എരിക് ഗാർസി വരുന്നു, ഫെറാം വരുന്നു. അത് കൂടുതൽ നമ്പേഴ്സ് വെച്ച് അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടി തന്നെ. അങ്ങനെ പെഡ്രിയുടെ ഫെറാന് കൊടുത്തിട്ടുള്ള ആ ഒരു ബോൾ, അതായത് നല്ല ലോ ബ്ലോക്കിൽ നിൽക്കുകയാണ്. ആ ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിൽ വലിയ ഗ്യാപ്പൊന്നും ഇല്ലാതെ ബെൻഫിക്ക ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നിട്ടും ഫെറാൻ ടോറസ് ആ ഒരു സ്റ്റിൽ ആ ഒരു ഗ്യാപ്പിൽ ബോക്സിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിലേക്ക് പെഡ്രി പാസ് കൊടുത്തപ്പോൾ ഒരു ഫ്ലിക്ക് ലമീൻ യമാലിലേക്ക് എത്തുകയാണ്. ലമീൻ യമാലിലേക്ക് എത്തുമ്പോൾ പിന്നെ ലമീൻ യമാൽ വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. പെനാൽറ്റി റെഫറി കൊടുക്കുകയാണ്. അഗെയിൻ മറ്റൊരു സോഫ്റ്റ് പെനാൽറ്റിയാണ്. അൽവാരോ ഫെർണാണ്ടസ് കരേറാസ് എന്ന് പറയുന്ന ഫുൾ ബാക്ക് അതുവരെ ഗ്രേറ്റ് ഗെയിമായിരുന്നു ചങ്ങായിക്ക് ഉണ്ടായിരുന്നത്. ലമീൻ യമാലിനെ പൂട്ടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ എന്താണ്, ലമീൻ യമാലിൻ്റെ ബോളുമായിട്ട് ആ പാസ് ഫ്ലിക്ക് റിസീവ് ചെയ്തുള്ള കാര്യത്തിൽ ഇങ്ങനെ ഷോൾഡറിൽ ഒന്ന് പിടിക്കുന്നു, ഒന്ന് വലിക്കുന്നു, ചെറിയൊരു പുള്ളുണ്ട്, അതിൽ ലമീൻ യമാൽ വീണ് പോകുന്നു. അപ്പോൾ അതെന്താണ്, അങ്ങനെ വീണ് പോകാൻ പറ്റിയ തരത്തിലൊരു കോൺടാക്റ്റ് ഒന്നും അവിടെ സംഭവിച്ചില്ല. പക്ഷേ ആ സിനാരിയോയിൽ അതിൻ്റെ മാക്സിമം ആക്കാൻ ലമീൻ യമാൽ ശ്രമിക്കുന്നു. അങ്ങനെ തൻ്റെ ടീമിന് ഒരു പെനാൽറ്റി വിൻ ചെയ്യുകയാണ്. ആ പെനാൽറ്റി എടുക്കുമ്പോൾ 77 മിനിറ്റ് ആയിട്ട്. അപ്പോൾ 77 മിനിറ്റ് ബോർഡിലിരിക്കുമ്പോൾ 4-2 എന്നുള്ളതാണ് സ്കോർ ലൈൻ. ലെവൻഡോസ്കിയാണ് പെനാൽറ്റി എടുക്കുന്നത്. ലെവൻഡോസ്കി അത് കൺവേർട്ട് ചെയ്യുന്നു. നോ പ്രഷർ, നോ പ്രോബ്ലം. അങ്ങനെ ലെവൻഡോസ്കി മത്സരത്തിൽ ബ്രേസ് അടിക്കുന്നു. 2 പെനാൽറ്റി 4-3 ആകുന്നു. പിന്നെ നമ്മളെന്താണ് കാണുന്നത് വെച്ചാൽ ലമീൻ യമാലിൻ്റെ മറ്റൊരു ഷോട്ട് പിന്നെ പുറത്തുനിന്ന് നമ്മൾ കാണുന്നു. അത് പുറത്തേക്ക് പോകുന്നു. 86-ാമത്തെ മിനിറ്റിൽ ഫെർമിൻ ലോപ്പസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോൾ റിസീവ് ചെയ്തിട്ട് നല്ലൊരു ടേൺ നടത്തിയിട്ട് അദ്ദേഹം പോകുമ്പോൾ അത് കോർണറിൽ കലാശിക്കുകയാണ്. ക്രോസ് ബ്ലോക്ക് ചെയ്യുന്നു, കോർണറിൽ കലാശിക്കുന്നു. അങ്ങനെ പിന്നെ ആ ഷോർട്ട് കോർണർ ഫെർമിൻ തന്നെ എടുക്കുന്നു. പെഡ്രിയിലേക്കാണ് എടുക്കുന്നത്. ഫ്ലോറന്റീനോ ലൂയിസ് പെഡ്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ പെഡ്രി ആദ്യം ലെഫ്റ്റിലേക്ക് നീങ്ങുന്നു, എന്നിട്ട് റൈറ്റിലേക്ക് എടുക്കുന്നു. എന്നിട്ടാണ് ആ ബോൾ ഡെലിവറി ചെയ്ത് ബോക്സിലേക്ക്. ഗ്രേറ്റ് പാസ്, എരിക് ഗാർസിയ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു. ഗ്രേറ്റ് ഹെഡറാണ്. അങ്ങനെ 86-ാമത്തെ മിനിറ്റിൽ ബാഴ്സലോണ 4-4 എന്നുള്ള നിലയിലേക്ക് മത്സരം മാറ്റുന്നു. കിളി പോയ പോലെ എക്സ്റ്ററ്റിക് ആയിട്ട് ഫ്ലിക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഗാവി അദ്ദേഹത്തിൻ്റെ പുറത്ത് ചാടാൻ ശ്രമിക്കുന്നു. അമ്മാതിരി സെലിബ്രേഷൻ ബാഴ്സലോണ ബെഞ്ച് പ്ലേയേഴ്സ് ഒക്കെ വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സിനാരിയോ നമ്മൾ കാണുന്നു. 4-4 ആക്കിയിരിക്കുകയാണ് സ്കോർ ലൈൻ. ഇതൊരു സമനിലയാകും എന്നുള്ളത് തന്നെയാണ് പിന്നീട് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇല്ല, ഡ്രാമ അവസാനിക്കുന്നില്ല. അവിടെ നിന്ന് 89-ാമത്തെ മിനിറ്റിൽ ബാഴ്സലോണയുടെ കോർണറിൽ ബെൻഫിക്ക അത് ക്ലിയർ ചെയ്യുന്നു. ബെൻഫിക്ക വീണ്ടും അവിടെ ഏരിയയിൽ ബോൾ വിൻ ചെയ്യുന്നു. എന്നിട്ട് ആ ബോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ലെഫ്റ്റിൽ നിൽക്കുന്ന നമ്മുടെ ചെങ്ങായി ഡിമറിയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അവിടെ ലൈനോ കാര്യങ്ങളോ കീപ്പ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഡിമറിയ ബോൾ റിസീവ് ചെയ്യുന്നത് ബെൻഫിക്കയുടെ ഹാഫിൽ നിന്നാണ്. 1v1 സിനാരിയോ ആണ്, 1v1 സിറ്റുവേഷൻ ആണ്. ലെഫ്റ്റിലൂടെ അദ്ദേഹം റൺ ചെയ്ത് പോകുന്നു, ബോക്സിലേക്ക് എത്തുന്നു. അവിടെ ഷെസ്നി ഗ്രേറ്റ് സേവ് പുൾ ഓഫ് ചെയ്യുന്ന നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ ഡിമറിയ അത് ഫിനിഷ് ചെയ്യണമെന്ന് വേണമെങ്കിൽ ഒരു വാദം നമുക്ക് ഉന്നയിക്കാൻ പറ്റും. എന്തായാലും അങ്ങനെ 4-4 തന്നെ നിൽക്കുകയാണ്. 4 മിനിറ്റാണ് ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റഫീനയുടെ ഒരു ഫ്രീ കിക്ക് നമ്മൾ ഇഞ്ചുറി ടൈമിൽ കാണുന്നു. അത് ജസ്റ്റ് ബാറിന് മുകളിലൂടെ പോകുന്നു. അങ്ങനെ 4-4 അവസാനിക്കുമെന്ന് തന്നെയായിരിക്കും ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക. പിന്നെയാണ് മറ്റൊരു ഡ്രാമ നമ്മൾ കാണുന്നത്. അതായത് ഈ ഫ്രാങ്കി ഡിയോങ് ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ യെല്ലോ കാർഡ് കിട്ടുന്നു. അത് നെസസറി ടീമിന് വേണ്ടി എടുത്തുള്ളൊരു ഫൗളാണ്. അല്ലെങ്കിൽ ആ അറ്റാക്ക് ചിലപ്പോൾ ഒരു ഗോൾ കലാശാണ്. എന്തായാലും ഡിമറിയ ബോക്സിലേക്ക് ബോൾ കൊടുക്കുന്നു. ബോക്സിലേക്ക് ബോൾ കൊടുത്തുള്ള സാഹചര്യത്തിൽ ഒട്ടമെൻറ്റി ഓൾറെഡി വീണ് എടുക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പെനാൽറ്റി ഷോട്ട് നടക്കുന്നില്ല. റൈറ്റ് സൈഡിൽ ബായിലേക്ക് ആ ബോൾ എത്തുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിൽ കൊടുക്കുന്നു. ഫാർ പോസ്റ്റിൽ ആദ്യത്തെ ഹെഡർ വിൻ ചെയ്യുന്നത് ബെൻഫിക്കയാണ്. എന്നിട്ട് ആ ബോൾ ബോക്സിൽ ബൗൺസ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ രണ്ടാമത്തെ ഹെഡർ വിൻ ചെയ്യുന്നത് ഈ ചങ്ങായിയാണ്. ഈ മാർട്ടിൻസ് എന്ന് പറയുന്ന ചങ്ങായി, ബരേറോ എന്ന് പറയുന്ന ചങ്ങായി. അങ്ങനെ അവിടെ ബരേറ ഹെഡർ വിൻ ചെയ്യുന്നു. വീണ്ടും ഒരു ഹെഡർ ഫ്ലോറന്റീനോ ലൂയിസ് വിൻ ചെയ്യുന്നു. അരൂഹൊക്കെ അവിടെ ഹെഡർ വിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഫ്ലിക്കാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഈ ബരേറോർ ആ ബോളിലേക്ക് എത്തുന്നു. ആളത് പിന്നെ ഗാർഡിയൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഫെർമീൻ പുറകിൽ നിന്ന് അദ്ദേഹത്തെ പുഷ് ചെയ്യുന്നുണ്ട്. സ്ലൈറ്റ് പുഷാണ്, പക്ഷേ അതിൽ അദ്ദേഹം വീഴുന്നു. അപ്പോഴേക്കും ഷെസ്നി വന്നിട്ട് പിന്നെ പ്ലെയറിലേക്ക് ക്ലാഷ് ആകുന്നുണ്ട്. ഫെർമീൻ അത് ക്ലിയർ ചെയ്യുന്നു. ക്ലിയർ ചെയ്യുന്ന സാധനം ആ ഒരു എഡ്ജ് ഓഫ് ദ ബോക്സിൽ പെഡ്രി ഹെഡർ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നടക്കുന്നില്ല. നേരെ ഫെറാൻ ടോറസിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഫെറാൻ ടോറസ് അത് ക്ലിയർ ചെയ്ത് കളഞ്ഞതാണോ അതോ റഫീനി അവിടെ ഉണ്ടെന്നുള്ള ധാരണയിൽ അദ്ദേഹം അങ്ങോട്ടേക്ക് പിന്നെ ഹൂഫ് ചെയ്താണെന്നുള്ള കൃത്യമായിട്ട് നമുക്കറിയില്ല. പിന്നെയാണ് റഫീനി ആ ഗോൾ അടിച്ചത്. 95 മിനിറ്റ് കഴിഞ്ഞ് 8 സെക്കൻഡ് കഴിയുന്ന സാഹചര്യത്തിൽ
റഫീനിയുടെ ആ ഒരു വിന്നിംഗ് ഗോൾ പറഞ്ഞുള്ള കാര്യത്തിൽ നമ്മൾ ഫ്ലിക്കിൻ്റെ എക്സ്പ്രഷൻ നോക്കണം. ഒരു അന്താളിപ്പ് ഉണ്ടായിരുന്നു ചങ്ങായിയുടെ മുഖത്ത്. എന്തായാലും ഈ ടീമിൽ വല്ലാത്തൊരു മെൻറ്റാലിറ്റി ഈ ചങ്ങായി ഇൻസ്റ്റിറ്റ് ചെയ്തിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്, അത് പെനാൽറ്റി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഇത്തരത്തിലുള്ള ചെറിയ പുഷുകൾക്കും പുള്ളുകൾക്കും പെനാൽറ്റി കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കളിയിൽ ഇഷ്ടം പോലെ പെനാൽറ്റികളും കാര്യങ്ങളും ഉണ്ടാകും, സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇവിടെയാണ് കോൺടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ മത്സരത്തിൻ്റെ കോൺടെക്സ്റ്റ് എന്തായിരുന്നു, ഈ മത്സരത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെനാൽറ്റികൾ കൊടുക്കുന്ന നമ്മൾ കണ്ടാണ്. ഇതേ റെഫറി തന്നെ ലമീൻ യമാലിൻ്റെ കേസിൽ, അതേപോലെ തന്നെ ഷെസ്നിയുടെ കേസിൽ അതൊക്കെ സോഫ്റ്റ് പെനാൽറ്റികളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ പെനാൽറ്റികൾ കൊടുത്തുള്ള സിനാരിയോയിൽ ഇതും പെനാൽറ്റി തന്നെയാണ് എന്നുള്ളതാണ് വാദം. അതാണ് കോൺടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ നോർമലി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത് 50-50 ഗോളാണ്, 50-50 ഗോൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. മാത്രമല്ല ഇങ്ങനെയുള്ളത് കൊടുക്കുന്നതിനോട് എനിക്കും യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. കാരണം അതത്ര ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലേറ്റൻ പുഷായിട്ട് എനിക്ക് തോന്നിയില്ല. സ്റ്റിൽ പുഷാണ്. ആ പുഷ് അദ്ദേഹത്തിൻ്റെ ബാലൻസ് കളഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം വീണിട്ടുള്ളത്. അപ്പോൾ എന്താണ് ലമീൻ യമാലിൻ്റെ ആ ഒരു സീന്, അതേപോലെ തന്നെ ഷെസ്നിയുടെ സീന്, ഇതൊക്കെ പെനാൽറ്റികൾ കൊടുത്തിട്ടുള്ള ഒരു മത്സരത്തിൽ ഇതും പെനാൽറ്റി കൊടുക്കേണ്ടത് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. അതാണ് അവിടുത്തെ അടിവരയിട്ട് പറയേണ്ട തരത്തിലുള്ള സംഭവം. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോയിൽ ബെൻഫീക്കയുടെ ആരാധകരും ബെൻഫീക്കയും സാഡായിരിക്കും, ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും, ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പുറത്തത് ഗോൾഡും കലാശിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തായാലും അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ കോൺടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ കറപ്ഷൻ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഓവറോൾ പിന്നെ റെഫറിങ് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ചില മത്സരങ്ങൾ ഇങ്ങനെയാണ്, ചില ഡിസിഷൻസ് നമുക്ക് അനുകൂലമായിട്ട് കിട്ടും. അത്തരത്തിൽ ലക്കി ആയിട്ടുള്ളൊരു ഡിസിഷൻ അവിടെ ബാഴ്സലോണയ്ക്ക് കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ഇതിനിടയിൽ ബ്രൂണോ ലാജും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അംദൂരിനെ പോലെ പ്രൈസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഈക്വലൈസർ പറഞ്ഞതിന് ശേഷം ലമീനെ പിൻവലിച്ചുകൊണ്ട് ജെറാഡ് മാർട്ടിനെ ആ ഒരു ഡിഫൻസിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ലെഫ്റ്റ് ബാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ബാഴ്സലോണ കുറച്ച് നേരം. എന്തായാലും ബാഴ്സലോണ റൗണ്ട് ഓഫ് 16 ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അടുത്ത മത്സരം ഉണ്ട്, അവർക്ക് ഒരു മത്സരം കൂടി ഉണ്ട്, ചാമ്പ്യൻസ് ലീഗ് അറ്റ്ലാന്റിക്കെതിരെയാണ്. പക്ഷേ അതൊരു ഡെഡ് റബ്ബർ പോലത്തെ ഒരു മത്സരമാണ്. ബാഴ്സലോണ വേണമെങ്കിൽ പ്ലേയേഴ്സിനൊക്കെ റെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു പോസിറ്റീവുള്ള കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി അടുത്ത മത്സരം ലാ ലീഗയിൽ വലൻസിക്കെതിരെയാണ്. അപ്പോൾ ഗെത്താഫയ്ക്കെതിരെ അവർ വിജയിച്ചിട്ടില്ല, റയൽ മാഡ്രിഡിനെ തകർത്ത് കളയും നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ മത്സരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറി കരസ്ഥമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി ഈ സ്മോളർ ടീമുകൾക്കെതിരെ എഫിഷ്യൻ്റായിട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാത്ത പ്രശ്നമൊന്നുമില്ല, എഫിഷ്യൻ്റ് ആകേണ്ട സിനാരിയുണ്ട്. പിന്നെ ഡിഫൻസിൽ എന്തായാലും അവർ ഒരു ഗോളെങ്കിലും കൺസീഡ് ചെയ്യുന്നുള്ള നിലയിലാണ് നിലവിലുള്ളത്. അപ്പോൾ അവിടെയും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം. അപ്പോൾ ഈ ഇനീഗോ മാർട്ടിൻസിൻ്റെ ഒരു ആബ്സെൻസ് ആ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അരൂഹോ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു പിന്നെ ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യുന്നതിലൊക്കെ ചെറിയ പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹൈലൈൻ വളരെ റിസ്കി ആയിട്ടുള്ള സംഭവം തന്നെയാണ്, അത് പുള്ളിക്കാരൻ അറിയാം. പക്ഷേ ആ ഹൈലൈൻ കീപ്പ് ചെയ്താൽ മാത്രമേ കൗണ്ടർ പ്രസിംഗ് പരിപാടികളൊക്കെ നടക്കുള്ളൂ. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്, ഹാൻസി ഫ്ലിക്കിൻ്റെ ശൈലിയാണ്. അപ്പോൾ എന്തായാലും എങ്ങനെയായിരിക്കും വലൻസിക്കെതിരെ കളിക്കുക എന്നുള്ളത് കാണാൻ ഒരു ആകാംക്ഷയുണ്ട്. എന്തായാലും വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റേ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.